ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ചാർട്ട് അനലൈസിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സീരീസിൽ ഫോറക്സ്, ഗോൾഡ്, അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, സ്റ്റോക്ക് എല്ലാത്തിൻ്റെയും ചാർട്ട് അനലൈസിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നമ്മളിത് ഓൾറെഡി ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് പലർക്കും അറിയില്ല. അപ്പോൾ അവർ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ടും മെസ്സേജ് അയക്കുന്നുണ്ട്, വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുമോ, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുമോ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് DMs വരുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ്റെ ചാർട്ട് അനലൈസിങ്ങും അതേപോലെ തന്നെ ഗോൾഡിൻ്റെ ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ള ഒരു ഡയറക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നോർമലി ബിറ്റ്കോയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിറ്റ്കോയിൻ ഇപ്പോൾ നല്ലൊരു അപ് ട്രെൻഡിൽ നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ ഇയറിൽ ഒരു ETF അപ്രൂവലും സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷായിട്ട് നിൽക്കുകയാണ്. സോ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബിയറിഷാണ്. എന്നാൽ പോലും ലോങ് ടേം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുള്ളിഷായിട്ടാണ് ക്രിപ്റ്റോ കറൻസിൻ്റെ ഒരു അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഒരു ചാർട്ട് ഇപ്പോൾ കിടക്കുന്നത്. സോ ഞാൻ ഒരുപാട് പറയുന്നില്ല, നമുക്ക് നേരെ അനലൈസിങ്ങിലേക്ക് പോകാം, നേരെ ചാർട്ടിലേക്ക് വരാം. ഇപ്പോൾ ഇത് നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചാർട്ടിൽ കാണുന്നത് എന്താ പറയുക, ഗോൾഡിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇതിൽ നോർമലി ഇതെങ്ങനെ അനലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു റൈസിംഗ് വെഡ്ജ് എന്നിട്ടുള്ള പാറ്റേൺ ആണ്. റൈസിംഗ് വെഡ്ജ് നോർമലി എങ്ങനെ വർക്ക് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വർക്ക് ആവുക. റൈസിംഗ് വെഡ്ജ് നോർമലി ഫോം ആയി കഴിഞ്ഞാൽ പ്രൈസ് ബിയറിഷിനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. സോ ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നല്ലൊരു ബിയറിഷ് കണ്ടീഷന് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ട്, നല്ലൊരു ബിയറിഷ് ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഒരുപാട് അപ് ട്രെൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ കാണാൻ പറ്റും, ഇത്രയും നല്ലൊരു അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോൾഡിനൊരു ഡൗണിന് ചാൻസസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗോൾഡ്. സോ ഇനിയൊരു ബിയറിഷിന് ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. സെയിം ടൈം നമ്മൾ ബിറ്റ്കോയിൻക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ ബിറ്റ്കോയിൻ്റെ 1 ഡേ ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു പാറ്റേണും കാണാൻ പറ്റും. അതായത് ഇതേപോലത്തെ ഒരു പാറ്റേൺ കാണാൻ പറ്റും. ഇതിന് പറയുന്ന പേര് ഫോളിംഗ് വെഡ്ജ് എന്നാണ്. ഫോളിംഗ് വെഡ്ജ് ആക്ച്വലി ഒരു പൊട്ടൻഷ്യൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നോർമലി ഫോളിംഗ് വെഡ്ജ് ഫോം ആയി കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. കാരണം ബിറ്റ്കോയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ETF ഒക്കെ അപ്രൂവ് ആയിട്ട് നല്ലൊരു ബുൾ റണ്ണിനുള്ള പ്രിപ്പറേഷനിലാണ്. സോ ഇനി അങ്ങോട്ട് നല്ലൊരു അപ് ട്രെൻഡിന് ചാൻസസ് ഉണ്ട്. സോ ബിറ്റ്കോയിൻ ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അപ് ട്രെൻഡിന് ചാൻസസ് ഉണ്ട്. സോ ഇത്ര ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. നമ്മൾ സിമ്പിളായിട്ട് നിലവിൽ നമ്മൾ ഫോട്ടോസായിട്ടാണ് ഷെയർ ചെയ്തുകൊണ്ട് നിന്നത്. അപ്പോൾ അതൊന്നൊന്ന് മാറ്റി നമ്മൾ വീഡിയോ ആയിട്ട് എന്താണ് അടുത്ത ഡയറക്ഷൻ എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തോളാം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴത്തുള്ള കമ്മ്യൂണിറ്റീൻ്റെ എല്ലാ ലിങ്കും താഴത്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നമ്മളെ കൂടെ തന്നെ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ടാണ് ആക്ച്വലി നമുക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള നല്ലൊരു പ്രോത്സാഹനം. സോ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എല്ലാ ദിവസങ്ങളിലും ചാർട്ട് അനലൈസിങ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു.